ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി പച്ചക്കായ ബജി. ഞാനിവിടെ 4 പച്ചക്കായയാണ് ഇതിന് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മേൽഭാഗവും താഴ്ഭാഗവും നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ശേഷം എല്ലാ ഭാഗത്തെ തൊലി മാറ്റി കൊടുത്തതിന് ശേഷം ഇത് കനം കുറച്ച് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളകും പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കായപ്പൊടി, അപ്പസോഡ 1/4 ടീസ്പൂൺ, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നല്ല മാവ് പരുവത്തിൽ നമുക്ക് കലക്കിയെടുക്കാം. ഇപ്പോൾ ബജി മാവിൻ്റെ രൂപത്തിൽ മാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ പച്ചക്കായ ബജി സ്ലൈസ് ചെയ്തത് മാവിൽ മുക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മറ്റേ ഭാഗവും മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ പച്ചക്കായ ബജി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നോമ്പ് കാലത്തും പിന്നെ നമുക്ക് 4 മണിക്ക് ചായക്കടിയായിട്ടും നമുക്ക് ഈ പച്ചക്കായ ബജി നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല രുചിയുള്ള നല്ല സോഫ്റ്റായ ഒരു പച്ചക്കായ ബജിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.